ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കക്കാതെ കള്ളനായ ഭാർഗവന് ഗുരുദേവൻ തുണ. ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വസ്ത പരിചാരകനായിരുന്നു ഭാർഗവൻ. ആയതിനാൽ ഊട്ടുപുരയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും ബാങ്കിൽ പോകുന്നതിനും മറ്റും ഭാർഗവനെ ചുമതലപ്പെടുത്തുക പതിവായിരുന്നു. ഒരിക്കൽ കുറെ പണം ആവശ്യമായി വന്നു. ശിവഗിരിയുടെ അക്കൗണ്ട് കൊല്ലത്തുള്ള ബാങ്കിലായിരുന്നു. അവിടെ ചെന്ന് പണം എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഗുരുദേവൻ ഭാർഗവനെ ചുമതലപ്പെടുത്തി. പണവും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കടന്നുപോയി. പിന്നീട് ട്രെയിൻ നേരം വെളുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാർഗവൻ ആകെ വലഞ്ഞു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ പണം സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിൽ ഭാർഗവന് വളരെ ആശങ്ക തോന്നി. ഭാർഗവൻ വണ്ടിക്കൂലിക്കുള്ള 4 ചക്രം പോക്കറ്റിലിട്ടു. ബാക്കി പണം മടിയിൽ തിരികെ ബെഞ്ചിൽ കിടന്നുറങ്ങി. ഉറക്കത്തിനിടയിൽ ബീറ്റ് പോലീസുകാർ വന്ന് ഭാർഗവനെ വിളിച്ചുണർത്തി. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭാർഗവൻ യഥാവിധി കാര്യങ്ങൾ പറഞ്ഞില്ല. ഭാർഗവന്റെ പരിങ്ങൽ കണ്ട് അവർ ഭാർഗവനെ പരിശോധിക്കുകയുണ്ടായി. പോലീസുകാർ ഭാർഗവന്റെ മടിക്കുത്തിൽ നിന്നും പണം കണ്ടെടുത്തു. അപ്പോൾ ഭാർഗവൻ ഉള്ളത് പറഞ്ഞു. ഇത് ഗുരുദേവന്റെ പണമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പരിചാരകനാണ്. ശിവഗിരിയുടെ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ഭാർഗവന്റെ വാക്കുകൾ പോലീസുകാർ വിശ്വസിച്ചില്ല. പണവും പിടിച്ചെടുക്കുകയും ഭാർഗവനെ അവർ സെല്ലിൽ അടയ്ക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഭാർഗവന് അവിടെ സെല്ലിൽ ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്യാത്ത കുറ്റത്തിന് കള്ളനുമായി. ഭാർഗവൻ ഗുരുദേവനെ വിളിച്ചു കരഞ്ഞു. ഭാർഗവന്റെ വിളി ഗുരുദേവൻ കേട്ടു. നേരം വെളുക്കാൻ സമയം കുറെ ബാക്കി. ഗുരുദേവൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നിറങ്ങി. കാവൽ നിന്നിരുന്ന പോലീസുകാർ ഗുരുദേവനെ തിരിച്ചറിഞ്ഞു. അയാൾ വേഗം തന്നെ അകത്ത് ചെന്ന് വിവരം ധരിപ്പിച്ചു. അവർ ആദരപൂർവ്വം ഗുരുദേവനെ അകത്തേക്ക് ആനയിച്ചു. വിവരങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പോലീസുകാർക്ക് ഭാർഗവൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായത്. അവർ ഉടൻ തന്നെ ഭാർഗവനെ വിട്ടയച്ചു. അങ്ങനെ ഭാർഗവൻ ഗുരുദേവന്റെ ഒപ്പം ശിവഗിരിയിൽ എത്തിച്ചേർന്നു. യാത്രയിലുടനീളം ഭാർഗവന്റെ സംശയം താൻ പോലീസിൽ അകപ്പെട്ട വിവരം ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതും എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതുമായിരുന്നു. യഥാസമയം തന്നെ വന്ന് രക്ഷിച്ചതിൽ ഭാർഗവന് അത്ഭുതം തന്നെയായിരുന്നു. ഭാർഗവൻ ഗുരുദേവന്റെ ഡ്രൈവർ ജനാർദ്ദനോട് ഈ വിവരങ്ങളെപ്പറ്റി ചോദിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് ഗുരുദേവൻ എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയില്ല. വെളുപ്പാൻ കാലത്ത് ഗുരുദേവൻ എന്നെ വിളിച്ചു. പെട്ടെന്ന് തന്നെ കൊല്ലത്തേക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞു. മറ്റൊന്നും പറഞ്ഞില്ല. എവിടെയായിരുന്നാലും ആശ്രിതർ വിളിച്ചാൽ ഗുരുദേവൻ വിളി കേൾക്കുമെന്നും അവിടെ ഓടിയെത്തുമെന്നുള്ളത് ഭാർഗവന് കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭാർഗവൻ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. ആത്മസഹോദരങ്ങളെ, ഇന്നത്തെ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.